കാറ്റത്തെ കിളിക്കൂട് സീരിയലിന്റെ ഇന്നത്തെ ഫുൾ എപ്പിസോഡ് റിവ്യൂ ആണ് പറയുന്നത്. അങ്ങനെ സുഭാഷ് സുധീഷിനോട് ചോദിക്കുന്നുണ്ട്, എടാ സുധീഷേ, നീ നാളെ വീട് വിട്ട് പോവാണെന്ന് പറഞ്ഞു, നിനക്കത് ലേശം പോലും സങ്കടമില്ലേ എന്ന് ചോദിക്കും. അന്നേരം സുധീഷ് തിരികെ ചോദിക്കുന്നുണ്ട്, അതിനിപ്പോൾ ഞാൻ സങ്കടപ്പെട്ടിരുന്ന അവൾ എന്താ പോവാതിരിക്കോ? സുഭാഷിന് അത് ദഹിച്ചില്ല. അല്ലടാ, ആ കുട്ടി പെട്ടെന്ന് വന്ന് കയറിയപ്പോൾ ഇങ്ങനെ പെട്ടെന്ന് പോവാണെന്ന് പറഞ്ഞിട്ട് നിനക്കെന്താ ഒരു കുലുക്കവുമില്ലാത്തത്? സുധീഷ് അന്നേരം ഒന്ന് പുച്ഛിച്ച് ചിരിച്ചു. എന്നിട്ട് ചോദിക്കുന്നുണ്ട്, അതിനിപ്പോൾ ഞാൻ എന്ത് വേണം? ഒരു മൂലയിൽ പോയിരുന്നിട്ട് ഞാൻ അങ്ങനെ പൊട്ടിക്കരയണോ? ഞാൻ കരഞ്ഞാൽ അവൾ പോവാതിരിക്കുമോ? സുധീഷ് വിട്ടുകൊടുക്കാൻ ഭാവമില്ല. നീ എന്താടാ ഇങ്ങനെയൊക്കെ പറയുന്നത്? ചെറിയ കാര്യങ്ങൾക്ക് പോലും ടെൻഷൻ അടിച്ച് കൂട്ടുന്ന ആളല്ലേ നീ? എന്നിട്ട് ഇത്ര വലിയൊരു കാര്യം നിന്റെ ജീവിതത്തിൽ സംഭവിക്കുമ്പോൾ നീ എത്ര കൂളായിട്ടാണ് ഇരിക്കുന്നത് എന്നൊക്കെ ചോദിക്കാണ്. നീ എല്ലാവരുടെയും മുന്നിൽ വെച്ച് ഇങ്ങനെ അഭിനയിക്കുന്നതല്ലേ സുധീഷേ? ഇത്രയും കാലം ഇവിടെ ഉണ്ടായിരുന്ന ആ കുട്ടി നിന്റെ ഭാര്യയാണെന്ന് പറഞ്ഞ് എല്ലാവർക്കും പരിചയപ്പെടുത്തിയവൾ, അവൾ പോവാണെന്ന് പറയുമ്പോൾ നിനക്കൊന്നും തോന്നുന്നില്ലേ? നാളെ ഹരീഷിനോടും നികേഷിനോടൊക്കെ നമ്മൾ എന്ത് പറയും? അന്നേരം സുധീഷ് കൈമലർത്തിക്കൊണ്ട് പറഞ്ഞു, എന്താണെന്ന് വെച്ചാൽ അതങ്ങ് പറയണം, അത്ര തന്നെ. വീട്ടിലെ കാരണവർ സുഭാഷേട്ടനാണല്ലോ, അപ്പോൾ അവർ ചോദിക്കുമ്പോൾ സുഭാഷേട്ടൻ തന്നെ എന്തെങ്കിലും മറുപടി കൊടുത്താൽ മതി എന്ന് പറയാണ് സുധീഷ്. അന്നേരം സുഭാഷ് വിട്ടില്ല. അവർക്ക് ഞാൻ മറുപടി കൊടുത്തോളാം, പക്ഷേ നിന്റെ മനസ്സിലൊരു ഭാരമുണ്ടാവില്ലേ? സുധീഷ് ആകെ അസ്വസ്ഥനായിക്കൊണ്ട് തന്നെ, അയ്യോ എൻ്റെ സുഭാഷേട്ടാ, ഇത് ശരിക്കുമുള്ള കല്യാണമാണെന്ന് നിങ്ങൾക്കറിയാവുന്നതല്ലേ? അപ്പോൾ സുഭാഷ് പതുക്കെ പറഞ്ഞു, എടാ നിനക്ക് ആ കുട്ടിയെ ഇത്രമാത്രം ഇഷ്ടമാണെന്ന് എനിക്ക് നന്നായിട്ടറിയാം. സുധീഷ് ഉടനെ തന്നെ ചോദിക്കുന്നുണ്ട്, അതുകൊണ്ട് ഞങ്ങൾ ചേർത്ത് വെക്കാൻ നോക്കുകയാണോ സുഭാഷേട്ടൻ ചെയ്തത്? നിങ്ങളുടെ അനിയത്തിയോട് നുണ പറയാൻ പറ്റില്ല എന്നല്ലേ നിങ്ങൾ പറഞ്ഞത്? സുഭാഷ് തിരുത്തി, അത് വേറെ കാര്യം. നീ പറയുന്ന നുണകളെ സപ്പോർട്ട് ചെയ്യാൻ പറ്റില്ലെന്നേ ഞാൻ പറഞ്ഞുള്ളൂ. പക്ഷേ നിങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് ജീവിക്കണമെന്ന് തന്നെയാണ് എനിക്കും ആഗ്രഹം. സുധീഷ് ഒന്ന് നിശ്വസിച്ചുകൊണ്ട് പറഞ്ഞു, സുഭാഷേട്ടാ, ഇങ്ങനെ പറഞ്ഞിട്ടൊരു കാര്യവുമില്ല. കഴിഞ്ഞത് കഴിഞ്ഞു. ഇനി എന്ത് നടന്നാലും അത് തടയാനൊന്നും പറ്റില്ല. യാഥാർത്ഥ്യം അംഗീകരിക്കുകയേ നിവൃത്തിയുള്ളൂ എന്നൊക്കെ പറയും. ആ സമയത്താണ് ഒരാൾ ബൈക്കിൽ അങ്ങോട്ടേക്ക് വരുന്നത്. സുഭാഷ് അയാളെ നോക്കിയിട്ട് പറഞ്ഞു, ആ ഇത് സുനിയല്ലേ, നമ്മുടെ കല്യാണ ഫോട്ടോഗ്രാഫർ. വാ സുനിലെ, കയറി ഇരിക്കുമെന്ന് പറയും. സുനി പറയുന്നുണ്ട്, ഇല്ല ചേട്ടാ, ഫോട്ടോസൊക്കെ പെൻഡ്രൈവിലാക്കിയിട്ടുണ്ട്, അതൊന്ന് സെലക്ട് ചെയ്ത് തന്നാൽ അത് ഞാൻ ആൽബമാക്കി റെഡിയാക്കി തരാമെന്ന് പറയും. സുഭാഷ് പെട്ടെന്ന് തന്നെ പറഞ്ഞു, ഏയ് ആൽബം ഒന്നും വേണ്ട. ഭാസ്കരൻ അത് കേട്ട് ഞെട്ടിപ്പോയി. അതെന്താടാ ആൽബം വേണ്ടാത്തത്? വേണോടാ സുധീഷേ? സുധീഷ് വെറുതെ പറഞ്ഞു, ആ അതൊക്കെ ചേട്ടൻ്റെ ഇഷ്ടം. അന്നേരം സുനിൽ ഒന്ന് അത്ഭുതപ്പെട്ടു. അതെന്താ ആൽബം വേണ്ട എന്ന് പറയുന്നത്? കാശ് കൊടുത്ത് പടം എടുത്തിട്ട് ആൽബം വേണ്ടെന്ന് പറയുന്നത് എന്തിനാ? സുഭാഷ് തറപ്പിച്ചു പറഞ്ഞു, ഫോട്ടോക്ക് മാത്രമല്ലേ പണം തന്നിട്ടുള്ളൂ, ആൽബത്തിന് തന്നിട്ടില്ലല്ലോ. സുനിൽ സമ്മതിച്ചു. അത് ശരിയാ, അതുകൊണ്ടല്ലേ സെലക്ട് ചെയ്യാൻ പറഞ്ഞത്. ഭാസ്കരൻ വീണ്ടും ചോദിക്കുന്നുണ്ട്, എടുത്ത പടങ്ങളൊന്നും ആൽബത്തിൽ വെക്കാൻ പറ്റില്ലേ എന്ന്. സുനിൽ പറഞ്ഞു, ഒരു 19 ഫോട്ടോ ഇല്ലേ, അതിലിഷ്ടമുള്ളത് മാത്രം എടുത്താൽ പോരെ? സുഭാഷ് അച്ഛനെ ഒന്ന് വിലക്കി. അച്ഛനൊന്നും മിണ്ടാതിരിക്ക്. സുനിലെ, ആൽബം വേണ്ട, പെൻഡ്രൈവ് തന്നിട്ട് പൊയ്ക്കോ എന്ന് പറയും. സുനിൽ ഉപദേശിച്ചു, ഇതൊക്കെ ഒരു ഓർമ്മയല്ലേ ചേട്ടാ, എന്തിനാ വേണ്ടെന്ന് വെക്കുന്നത്? സുഭാഷ് സമ്മതിച്ചില്ല. വേണ്ട സുനിലെ, വിട്ടേക്ക്. സുനിൽ പെൻഡ്രൈവ് കൊടുത്തു പോയി. സുധീഷ് അത് വാങ്ങിയിട്ട് പറഞ്ഞു, എവിടെ, ഞാനൊന്ന് നോക്കട്ടെ എന്ന് പറയും. സുഭാഷ് അവനെ ഒന്ന് കൂർപ്പിച്ചു നോക്കിയപ്പോൾ സുധീഷ് പറയുന്നുണ്ട്, അല്ല ചുമ്മാ ഒന്ന് കാണാലോ. സുഭാഷ് അകത്തേക്ക് പോയതോടുകൂടി തന്നെ ഭാസ്കരൻ ചോദിക്കുന്നുണ്ട്, എന്താടാ ഇത് നിനക്ക് പറ്റിയത്? ഫോട്ടോസ് ആരെങ്കിലും വേണ്ടെന്ന് വെക്കുമോ? സുധീഷ് പറഞ്ഞു, അത് നേരിട്ട് തന്നെ ചോദിക്കാമായിരുന്നില്ലേ ഏട്ടനോട്? ഭാസ്കരൻ ദേഷ്യപ്പെട്ടു. അവൻ്റെ ഇഷ്ടത്തിന് നീയും കൂട്ടുനിന്നല്ലേ? കല്യാണത്തിന് ഇത്രയും കാശൊക്കെ മുടക്കി ഫോട്ടോഗ്രാഫറെ വെച്ചിട്ട് ആൽബം വേണ്ടെന്ന് വെക്കാൻ നിനക്ക് എന്താടാ ഭ്രാന്തായോ? സുധീഷ് തടിയൂരിക്കൊണ്ട് പറഞ്ഞു, എന്ത് ചെയ്യാൻ പറ്റുമച്ചാ? ഉത്തരവാദിത്തം ഏറ്റെടുക്കാൻ ആരെങ്കിലുമൊക്കെ വേണ്ടേ? ഇത്രയും പൈസ മുടക്കി കല്യാണം നടത്തിയതല്ലേ, ഇനി ആൽബം കൂടി വേണമെന്ന് നിർബന്ധിക്കാൻ എനിക്ക് പറ്റുമോ? ഭാസ്കരൻ പറയുന്നുണ്ട്, അവന് പറ്റില്ലെന്നല്ലേ പറഞ്ഞത്? സുധീഷ് തുടർന്നു, കാശ് മുടക്കാൻ പറ്റില്ലെന്ന് പറഞ്ഞെങ്കിലും മനസ്സുണ്ടാവുമല്ലോ. പിന്നെ അച്ഛൻ എനിക്ക് ട്രാവൽസ് ഒന്നും ഇട്ട് തന്നിട്ടില്ലല്ലോ. മറ്റുള്ളവരുടെ വണ്ടി ഓടിച്ചിട്ട് വേണം എനിക്ക് തന്നെ കഴിയാൻ. കല്യാണം കഴിഞ്ഞതോടുകൂടി തന്നെ എൻ്റെ കയ്യിലും കാശില്ലാണ്ടായി. അന്നേരം ഭാസ്കരൻ അത്ഭുതത്തോട് ചോദിച്ചു, അല്ല കല്യാണം കഴിഞ്ഞ് നീ എന്തിനാ ഇത്ര ചിലവാക്കുന്നത്? സുധീഷ് പറയുന്നുണ്ട്, അത് ആയിരക്കണക്കിന് കാര്യങ്ങളുണ്ടച്ചാ. വീട്ടിലെ കാരണവരായ അച്ഛൻ എനിക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലും ചെയ്യാൻ തോന്നിയോ? ഭാസ്കരൻ ഉടനെ തന്നെ പറഞ്ഞു, കാരണവരെന്ന സ്ഥാനമൊക്കെ തന്നു, പക്ഷേ നീ എന്നെ എപ്പോഴെങ്കിലും വില കൽപ്പിച്ചിട്ടുണ്ടോടാ? കുട്ടികൾ വില വെക്കുന്നില്ലെന്ന് പറഞ്ഞാൽ പോരാ, വില കിട്ടുന്നത് പോലെ പെരുമാറുകയും വേണം. ദേ കല്യാണത്തിൻ്റെ ഫോട്ടോ ഇതിലുണ്ട്, ഇതെന്തെങ്കിലും കടയിൽ കൊടുത്തിട്ട് ഒരു ഫോട്ടോ ഫ്രെയിം ചെയ്ത് ഇവിടെ തൂക്കിക്കൂടെ? കാണുമ്പോൾ തന്നെ ഒരു സന്തോഷമല്ലേ? ഭാസ്കരൻ ഒഴിഞ്ഞു മാറി. നിനക്ക് സന്തോഷിക്കണ്ട, നിനക്ക് വേണമെങ്കിൽ നീ തന്നെ പോയി ചെയ്യുമെന്ന് പറയും. സുധീഷ് പതുക്കെ പറഞ്ഞു, ആ അതാണ് ഞങ്ങൾക്ക് വിധിച്ച തന്ത. ഇത്തരം കാര്യങ്ങൾ വീട്ടിലെ മുതിർന്നവർ ചെയ്യേണ്ടതാണ്. സ്നേഹമുണ്ടെങ്കിൽ മകൻ സന്തോഷത്തോടെ കഴിയുന്നതിൻ്റെ അടയാളമായിട്ട് ആ ഫോട്ടോ ഭിത്തിയിലങ്ങ് തൂങ്ങിയേനെ. അതുപോലും ചെയ്യാത്തൊരു അച്ഛൻ മകനെ എങ്ങനെയാ വില വെക്കുക? എന്തായാലും ഞാൻ ഫോട്ടോസൊക്കെ പ്രിൻ്റ് എടുക്കാനൊന്നും പോകുന്നില്ല.
ഇതങ്ങ് കളഞ്ഞേക്കാമെന്നും പറഞ്ഞ് സുധീഷ് പെൻഡ്രൈവ് മെല്ലെ അങ്ങ് താഴേക്കിട്ട് അകത്തേക്ക് പോയി. ചുറ്റും നോക്കിയിട്ട് ആരും കാണുന്നില്ല എന്ന് ഉറപ്പുവരുത്തി ഭാസ്കരൻ പെട്ടെന്ന് തന്നെ ആ ഒരു പെൻഡ്രൈവ് കുനിഞ്ഞെടുത്തു. ഇത് കണ്ട് വാതിലിന്റെ അരികിൽ സുധീഷ് പുഞ്ചിരിച്ച് നിൽക്കുന്നുണ്ടായിരുന്നു. ഭാസ്കരൻ വീണ്ടും നോക്കിയപ്പോൾ സുധീഷ് വേഗം തന്നെ അകത്തേക്ക് ഓടിപ്പോയി. പിന്നീട് കാണിക്കുന്നത് രാത്രിയിൽ നിധി തുണി അലക്കി വിരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്തിന് സുധീഷ് അരികിലേക്ക് ചെന്നു. എന്തിനാണോ താൻ ഈ രാത്രിയിൽ ഇങ്ങനെ തുണി അലക്കുന്നത്, നാളെ ചെയ്താൽ പോരെ എന്ന് സുധീഷ് ചോദിക്കുന്ന സമയത്തിന് നിധി പറയുന്നുണ്ട്, രാവിലെ എനിക്ക് പോവേണ്ടതില്ലേ, ഇപ്പൊ വിരിച്ചാലേ രാവിലെ ആകുമ്പോഴേക്കും ഇതൊക്കെ ഉണങ്ങിക്കിട്ടു. സുധീഷ് സഹായിക്കാൻ വേണ്ടി തുണിയിൽ പിടിച്ചപ്പോൾ നിധി പറയുന്നുണ്ട്, വേണ്ട വേണ്ട, ഇതൊക്കെ ഞാൻ തന്നെ ചെയ്തോളാം. സുധീഷ് അവളെ തന്നെ നോക്കി നിന്നു. നിധി ചോദിക്കുന്നത്, എന്താ ഇങ്ങനെ നോക്കുന്നത്, എന്തെങ്കിലും പറയാനുണ്ടോ? സുധീഷ് പതുക്കെ ചോദിച്ചു. അപ്പോൾ അത്രേ ഉള്ളൂ അല്ലേ? നിധിക്ക് മനസ്സിലായില്ല. എന്ത്? സുധീഷ് പറഞ്ഞു, അല്ല നീ പോവാണെന്ന് പറഞ്ഞു, അതുകൊണ്ട് ചോദിച്ചതാണ്. നിധി മറുപടി കൊടുത്തു. വീട് കിട്ടിയ ഉടനെ തന്നെ പോകുമെന്ന് ഞാൻ നേരത്തെ തന്നെ പറഞ്ഞിരുന്നതല്ലേ. കുറച്ചപ്പുറത്ത് നിന്ന് സുഭാഷ് അവരെ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. സുധീഷ് പറയുന്നുണ്ട്, പോവാൻ തീരുമാനിച്ചു. അപ്പോൾ ഇനി വേറെ ഒന്നും പറയാനില്ല അല്ലേ? നിധി ചോദിച്ചു. വേറെന്ത് പറയാനാ? ഓ, ഈ താലി അഴിച്ചു തരണമെന്നാണോ? ഇറങ്ങിപ്പോകുമ്പോൾ ഇത് കൊണ്ടുപോകുന്നത് എന്തിനാണെന്ന് വിചാരിച്ചില്ലേ? ഇത് തിരിച്ചു തരണമെന്നൊക്കെ എനിക്കറിയാം. പക്ഷേ ഒരു കാര്യം സംഭവിച്ചു. ഞാൻ വീട് നോക്കാൻ പോയപ്പോൾ ഇത് കഴുത്തിലുണ്ടായിരുന്നു. ഓണർ ചോദിച്ചപ്പോൾ കല്യാണം കഴിഞ്ഞതാണെന്ന് ഞാൻ പറഞ്ഞു. താലിയില്ലാതെ ഇനി അങ്ങോട്ടേക്ക് ചെന്നാൽ അവർ പലതും ചോദിക്കും. നാട്ടുകാരുടെ സ്വഭാവം അറിയാലോ. കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് ഞാൻ അത് ഉറപ്പായിട്ടും തിരിച്ചു തരാം. അന്നേരം സുധീഷ് പറയുന്നിട്ട്, ഞാനത് മനസ്സിൽ പോലും അങ്ങനെയൊന്നും വിചാരിച്ചിട്ടില്ല നിധി വീണ്ടും ചോദിച്ചു. പിന്നെന്താ, ഞാൻ എന്തെങ്കിലും വാങ്ങിത്തരാനുണ്ടോ? സുധീഷ് പറയുന്നുണ്ട്, ഏയ് ഇല്ലല്ല, നീ അതങ്ങ് വിട്ടേക്ക്. നിധി ആവർത്തിച്ചു. ഈ ചെയിന് ഞാൻ ഉറപ്പായിട്ടും തരാൻ കേട്ടോ. നിങ്ങളുടെ അമ്മയുടെ ചെയിനാണെന്ന് പറഞ്ഞിട്ടല്ലേ അച്ഛൻ ഇത് തന്നത്. തിരിച്ചു പോകുമ്പോൾ ഇത് കൊണ്ടുപോകുന്നതൊന്നും ശരിയല്ല. അതുകൊണ്ട് ഇത് ഞാൻ തിരികെ തന്നിരിക്കുമെന്നൊക്കെ പറഞ്ഞ് നിധി അവിടെ നിന്നും പോവാണ്. അന്നേരം സുഭാഷ് വന്നപ്പോൾ സുധീഷ് വീണ്ടും വിഷമത്തോടെ പറഞ്ഞു, പോകണമെന്നല്ലാതെ അവൾക്ക് വേറൊന്നും പറയാനില്ല സുഭാഷേട്ടാ. ഞാൻ അവളെക്കുറിച്ച് മാത്രമാണ് ആലോചിക്കുന്നതെന്ന് അവൾക്കിപ്പോഴും മനസ്സിലാവുന്നില്ല. അവളുടെ മനസ്സിൽ 1% പോലും ഞാനില്ല. സുഭാഷ് അപ്പോൾ സുധീഷിനെ സമാധാനിപ്പിച്ചുകൊണ്ട് തന്നെ അകത്തേക്ക് കൂട്ടിക്കൊണ്ടുപോയി. പിന്നീട് കാണിക്കുന്നത് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് സുഭാഷ് ഭക്ഷണം ഉണ്ടാക്കുന്ന സമയത്തിന് നിധിയുടെ വാക്കുകൾ ഓർക്കുകയാണ്. അവൾ വീട് വാടകയ്ക്കെടുത്തതും മാറാൻ പോകുന്നതുമൊക്കെ ആലോചിച്ചുകൊണ്ട് തന്നെ സുഭാഷിന് ഭയങ്കര സങ്കടമായി. നികേഷ് ആവേശത്തോടെ ഭക്ഷണം കഴിക്കാണ്. ഹരീഷ് അരികിലിരിക്കുന്നുണ്ട്. സുഭാഷ് നിധിക്ക് വേണ്ടി ദോശയുമായി ചെന്ന് ചോദിക്കുന്നുണ്ട്, ദോശ എടുക്കട്ടെ മോളെ എന്ന് ചോദിക്കുമ്പോൾ നിധി പറയുന്നുണ്ട്, വേണ്ട, ഞാൻ പിന്നെ കഴിച്ചോളാമെന്ന് പറയും. അപ്പോൾ സുഭാഷിനൊരു ഫോൺ കോൾ വന്നു. നിധി പറയുന്നുണ്ട്, സുഭാഷ് ഏട്ടൻ ഫോൺ എടുത്തോ, ദേ ദോശ ഞാൻ ചുട്ടോളാമെന്ന് പറയും. സുഭാഷ് സംസാരിക്കാൻ പോയപ്പോൾ നിധി ദോശ ചൂടാൻ ശ്രമിക്കാണ്. സുധീഷ് അങ്ങോട്ടേക്ക് വന്നു. ദോശ ശരിക്ക് വരാത്ത നിധി കഷ്ടപ്പെടുന്നത് കണ്ട് സുഭാഷ് വന്ന് ചോദിക്കുന്നുണ്ട്, എന്ത് പറ്റി നിധി? നിധി പറഞ്ഞു, സുഭാഷ് ഏട്ടൻ നല്ല ഭംഗിയിലാണല്ലോ ദോശ ഉണ്ടാക്കുന്നത്, പക്ഷേ എനിക്കങ്ങനെ കിട്ടുന്നില്ല എന്ന് പറയും. സുഭാഷ് അന്നേരം ചിരിച്ചുകൊണ്ട് പറഞ്ഞു കൊടുക്കുകയാണ്, ഒരു ദോശ ചുട്ടു കഴിഞ്ഞാൽ അടുത്തത് ഇടുന്നതിന് മുൻപായിട്ട് തന്നെ ലേശം എണ്ണ പുരട്ടണം. അത് നീ ചെയ്തിരുന്നോ എന്ന് ചോദിക്കുന്ന സമയത്തിന്, അയ്യോ ഞാനത് മറന്നു എന്ന് പറയാണ് നിധി. സുഭാഷ് അവളെ പഠിപ്പിക്കാൻ തുടങ്ങി. ഇതൊക്കെ കണ്ട് നികേഷും സുധീഷുമെല്ലാം തന്നെ വാതിലിനടുത്ത് തന്നെ നിൽക്കുന്നുണ്ടായിരുന്നു. നിധി വീണ്ടും ശ്രമിച്ചപ്പോൾ ആ ദോശയ്ക്ക് വീണ്ടും കട്ടി കൂടിപ്പോയി. സുഭാഷ് പറയുന്നുണ്ട്, അതൊക്കെ പതുക്കെ ശരിയായിക്കോളും മോളെ. നികേഷ് കളിയായി പറഞ്ഞു, സുധീഷേട്ടാ, ഏട്ടത്തിക്കൊരു ഓംലേറ്റ് പോലും ഉണ്ടാക്കാൻ അറിയില്ലല്ലോ, നിങ്ങൾ പട്ടിണിയാകുമല്ലോ. ഇത് കേട്ടപ്പോൾ സുധീഷ് അവനെ ഒന്ന് നോക്കി നിന്നു. സുഭാഷ് നിധിക്ക് ദോശ ചുറ്റുകൊടുത്തുകൊണ്ട് തന്നെ പറഞ്ഞു, ഇവിടെ ഉണ്ടായിരുന്ന ആ ഒരു ഉണർവ് ഇനി പഴയതുപോലെ ആവും. നിധി വിഷമത്തോടെ നിന്നു. സുധീഷ് ഇങ്ങനെ മനസ്സിൽ പറഞ്ഞു, പേടിക്കേണ്ട ചേട്ടാ, അവൾ പോയിട്ട് ഇങ്ങോട്ടേക്ക് തന്നെ തിരിച്ചു വരുമെന്നിങ്ങനെ പറഞ്ഞ് ചിരിക്കാണ് സുധീഷ്. ഹരീഷ് നികേഷിനെ വിളിച്ചു. എടാ, നീ റെഡിയായില്ലേ? നികേഷ് പറയുന്നുണ്ട്, ആ, പാത്രം കഴുകിയിട്ട് വരാമെന്ന് പറയും. അവൻ അടുക്കളയിലേക്ക് ചെന്ന് നിധിയോട് ചോദിച്ചു, എന്താ ഏട്ടത്തി, ദോശയുടെ കാര്യത്തിൽ ഒരു തീരുമാനമായോ? നിധി ഒന്ന് പുഞ്ചിരിച്ചു. നികേഷ് സുഭാഷിനോട് പറഞ്ഞു, ഏട്ടാ, ഞാൻ പോയിട്ട് വരാം. പരീക്ഷയല്ലേ, ഏട്ടത്തി വന്നതിൽ പിന്നെയാണ് കോളേജിൽ നിന്നും വീട്ടിലേക്ക് വരാൻ തോന്നുന്നതൊക്കെ തന്നെ. ഇങ്ങോട്ടേക്ക് വരാൻ കാരണം ഏട്ടത്തിയാണെന്ന് നികേഷ് പറഞ്ഞു. സുധീഷ് ഇത് കേട്ട് പുഞ്ചിരിച്ചു. നികേഷ് പോകുമ്പോൾ പറയുന്നുണ്ട്, ഏട്ടത്തി, ഞാൻ വരുമ്പോൾ ഏട്ടത്തിക്ക് ഐസ്ക്രീം വാങ്ങിച്ചുകൊണ്ട് വരാം, നമുക്ക് ഒരുമിച്ചിരുന്ന് കഴിക്കാമെന്നും പറയും. നികേഷും ഹരീഷും കൂടി അവിടെ നിന്നും പോയതോടുകൂടി തന്നെ നിധിക്ക് ഭയങ്കര സങ്കടമായിരിക്കും. സുഭാഷ് പറയുന്നുണ്ട്, അവൻ ഇനി തിരിച്ചു വരുമ്പോൾ എന്ത് മറുപടി പറയണമെന്നും എനിക്ക് ആവലാതിയുണ്ടെന്ന് പറയും. അന്നേരം നിധി പറയുന്നുണ്ട്, എന്തായാലും എനിക്ക് പോയല്ലേ പറ്റൂ സുഭാഷ് ഏട്ടാ. സുധീഷ് വാച്ചിലേക്ക് നോക്കി അസ്വസ്ഥനായിക്കൊണ്ട് തന്നെ പറഞ്ഞു, ഇനി ഇപ്പം ഇറങ്ങിയില്ലെങ്കിൽ രാഹുകാലത്തിന് മുൻപേ തന്നെ കയറാൻ പറ്റില്ല. കലണ്ടറിൽ 12 മണി മുതൽ 1:30 വരെയാണ് സമയം. നിധി അകത്തേക്ക് പോയിട്ട് വേഗം ബാഗ് എടുത്ത് അങ്ങോട്ടേക്ക് വരികയാണ്. സുഭാഷ് ചോദിച്ചു, ഭക്ഷണം കഴിക്കുന്നില്ലേ എന്ന്. നിധി പറഞ്ഞു, വേണ്ട ചേട്ടാ, എനിക്കിപ്പോൾ വിശപ്പില്ല. എൻ്റെ സ്വന്തം ചേട്ടനേക്കാൾ സ്നേഹത്തോടു കൂടിയാണ് ഞാൻ നിങ്ങളെ നോക്കിയത്. താങ്ക് യു സോ മച്ച്. സുധീഷ് മനസ്സിൽ നിന്നും പറഞ്ഞു. അപ്പോൾ നീ എന്നെ മറന്നുവല്ലേ? സുഭാഷ് ഏട്ടൻ്റെ കണ്ണുകളെല്ലാം നിറഞ്ഞു വന്നിരുന്നു. മോളെ, ഇടക്കൊക്കെ വരണം.
ഇതെന്നും നിനക്ക് നിന്റെ വീടായിരിക്കുമെന്ന് പറയാണ് നിധി കരഞ്ഞുകൊണ്ടതിന്. അപ്പോൾ സുധീഷിൻ്റെ കൂടെ അവിടെ നിന്നും പടിയിറങ്ങി. സുധീഷും നിധിയും കൂടി കാറിൽ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ അവർ ആ വാടക വീടിൻ്റെ മുന്നിലേക്ക് എത്തി. സുധീഷ് ചോദിക്കുന്നുണ്ട്, ഇതല്ലേ സ്ഥലം എന്ന് ചോദിക്കുമ്പോൾ നിധി അതേന്ന് പറഞ്ഞിട്ട് അവിടെ നിന്നും പുറത്തേക്ക് ഇറങ്ങി. സുധീഷ് അവിടെ തന്നെ നിന്നു. നിധി ബാഗുമായി അകത്തേക്ക് ചെന്നപ്പോൾ ടോക്കൺ വാങ്ങിയ ആ അഡ്വാൻസ് തുക തിരികെ കൊടുത്തിട്ട് കൊണ്ട് തന്നെ അയാൾ പറഞ്ഞു. ദേഷ്യപ്പെട്ടുകൊണ്ട് തന്നെ അയാൾ സംസാരിക്കുകയാണ്. ഇനി ഏതായാലും കുട്ടിക്ക് ഇവിടെ വീടില്ല എന്ന് പറയും. അത് കേട്ടതോടുകൂടി തന്നെ നിധി ആകെ പകച്ചു പോയി. അതെന്താ സർ, ഇന്നലെ എനിക്ക് വീട് തരാമെന്ന് പറഞ്ഞിട്ടില്ലേ, എന്നിട്ടിപ്പം ഇങ്ങനെ മാറ്റി പറയുന്നത് ശരിയല്ല എന്ന് പറയും. അയാൾ അത് കേൾക്കാതെ തന്നെ ആ ഒരു പൈസ അങ്ങ് തിരികെ കൊടുത്ത് അകത്തേക്ക് അങ്ങ് പോവാണ്. നിധി ആകെ പെട്ടുപോയി. താൻ ഇനി എന്ത് ചെയ്യണമെന്നറിയാതെ വിഷമിച്ചുകൊണ്ട് തന്നെ നിധി നേരെ പുറത്തേക്ക് വരികയാണ്. എന്നാൽ പുറത്ത് ഇതെല്ലാം തന്നെ പ്രതീക്ഷിച്ചുകൊണ്ട് തന്നെ അവിടെ നിന്നും പോവാതെ സുധീഷ് അവിടെ കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു. ആ സമയത്തിന് നിധിക്ക് ചെറിയൊരു സംശയം തോന്നി. പുറത്ത് സുധീഷ് ഇതൊക്കെ കണ്ട് ചിരിച്ചുകൊണ്ട് നിൽക്കുകയാണ്. നിധി തിരിച്ചു വന്നപ്പോൾ സുധീഷ് ചോദിക്കുന്നുണ്ട്, എന്ത് പറ്റിയെന്ന് ചോദിക്കുന്ന സമയത്തിന് നിധി പറഞ്ഞു, അയാൾ വീട് തരാൻ പറ്റില്ലെന്ന് പറഞ്ഞു. എനിക്ക് സംശയം ഇയാളെ തന്നെയാണെന്ന് പറയാണ്. അന്നേരം നിധി തന്നെയാണ് സംശയിക്കുന്നത് എന്നൊക്കെ ചിന്തിച്ചുകൊണ്ട് തന്നെ സുധീഷ് ആണെങ്കിൽ ആകെ പെട്ടുപോയി ഇങ്ങനെ ഷോക്ക് അടിച്ചതുപോലെ നിൽക്കുന്നതും കാണിച്ചുകൊണ്ടാണ് കേട്ടോ ഇന്നത്തെ എപ്പിസോഡ് പൂർണ്ണമാവുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ചാനൽ ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. നെക്സ്റ്റ് വീഡിയോ ഉടനെ വരാം. ബൈ.